സഹൃദയരെ, ഇതുവരെയും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുമായിട്ടാണ് എൻ്റെ കഥ ആരംഭിക്കുന്നത്. കഥയുടെ പേര് ദുരന്തം വിളിച്ച ദുർനിമിഷം. പ്രകൃതി കനിഞ്ഞു നൽകിയ വശ്യ സൗന്ദര്യം കൊണ്ട് രാജ്യത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിന്നിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു വയനാട്. ഹരിത മനോഹര വയലോലകളാൽ സമൃദ്ധമാണ് ഈ ഗ്രാമം. എങ്ങും നിറയും മരുവികളാലും സുന്ദരമാണ് ഈ ഗ്രാമം. ആ വയനാടിന്റെ വശ്യ മനോഹാരിത മുഴുവൻ ശിരസിൽ ആവാഹിച്ച സ്ഥലമായിരുന്നു വെള്ളാർമലയും പുഞ്ചിരിമട്ടവും ചൂരൽമലയും ഒക്കെ. ആ പ്രദേശങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന നല്ല മനോഹരമായ ഒരു പുഴയുണ്ട്, ഇലവിഴിഞ്ഞിപ്പുഴ. ആ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ഒരു ദരിദ്ര കുടുംബത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കളകളം പാടുന്ന പൂന്തേൻ പുഴയെ സുന്ദരിയാക്കിയ ഗ്രാമം ചൂരൽമല, സുന്ദരമായ ഒരു ദേശം. 2024 ജൂലൈ 29 തിങ്കളാഴ്ച. നല്ല ദിവസം എന്നൊക്കെയല്ലേ പറയാറ്. അതിശക്തമായ മഴയുള്ള നാളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പതിവ് പോലെ ഫാത്തിമ അതിരാവിലെ തന്നെ ഉണർന്ന് പ്രഭാത ഭക്ഷണം എന്തുണ്ടാക്കണമെന്ന ചിന്തയിൽ അല്പനേരം വാതിൽപ്പടിയിലിരുന്നു. പണ്ട് എന്നോ വാങ്ങിയ അല്പം ഗോതമ്പ് കൂടി ഇരിപ്പുണ്ട്. അത് വെച്ചെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി വാതിൽപ്പടിയിൽ നിന്നും എഴുന്നേറ്റു. നല്ല മഴയായതിനാൽ കറണ്ട് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മഴയായതിനാൽ പണിക്കൊന്നും പോകാൻ സാധിക്കാതെ മുജീബ് കട്ടിലിൽ തന്നെ കിടന്നു. അവൾ മുജീബിന്റെ കട്ടിലിന്റെ അടുത്തെത്തി പറഞ്ഞു, ഇക്ക ഇക്ക എഴുന്നേൽക്ക്, എഴുന്നേറ്റ് ഓടുക, മുറിക്കുള്ളിലെല്ലാം വെള്ളം വീഴുന്നു, എന്തെങ്കിലും ചെയ്യ്. അവളുടെ വിളിയിൽ എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാക്കി മുജീബ് നല്ല മഴയുള്ളപ്പോൾ പുതച്ചു മൂടിക്കിടക്കുന്ന ആരെ വിളിച്ചുണർത്തിയാലും ഉണ്ടാകാവുന്ന ദേഷ്യത്തോടെ മുജീബ് എഴുന്നേറ്റു. എന്നാൽ ഇതൊന്നും അറിയാതെ അവരുടെ ഏക മകൾ റസിയ സുഖനിദ്രയിലായിരുന്നു. കേരളമൊട്ടാകെ മഴയുള്ള നേരത്ത് വയനാട്ടിലാണെങ്കിൽ തീവ്രമഴ. മഴയുള്ള നേരത്ത് ഉറങ്ങുന്ന റസിയയെ ഉണർത്താനും ആരും മുതിർന്നതില്ല. അന്ന് തീവ്രമഴയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിനാൽ റസിയയ്ക്ക് സ്കൂളിൽ പോകേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ അതിരാവിലെ തന്നെ വിളിച്ചുണർത്തിയുമില്ല. സാവകാശം റസിയെ വിളിച്ചുണർത്തി പ്രഭാത ഭക്ഷണമൊക്കെ നൽകി ഉച്ചക്കത്തെ ഭക്ഷണം തയ്യാറാക്കുവാൻ ഫാത്തിമ അടുക്കളയിലേക്ക് പോയി. അവധിയായതിനാൽ റസിയയ്ക്ക് ഇഷ്ടമുള്ള കഞ്ഞിയും ചമ്മന്തിയും പപ്പടവും മാത്രം ഉണ്ടാക്കാമെന്ന് കരുതി. കഞ്ഞി ഉണ്ടാക്കാൻ വെച്ച ശേഷം ഫാത്തിമയും മുജീബും റസിയയും ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട് ചെറിയ താളം മേളങ്ങളോട് കൂടി വരുന്ന പുഴയുടെ ഒഴുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, ഇക്ക ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഈ മഴ ഇപ്പോഴെങ്കിലും നിൽക്കുമെന്ന് തോന്നുന്നില്ല. കൂലിപ്പണി ഉടനെ പോകാമെന്ന് കരുതണ്ട. നമുക്ക് ആ തോമസ് മാഷിന്റെ കടയിൽ നിന്നാലും ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചാലോ? എത്ര പട്ടിണി കിടന്നാലും ഒരു കാര്യം കൊണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരാതിയുമില്ലാതെ റസിയയെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒന്നും അറിയിക്കാതെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായതിനാൽ മറ്റെന്തെങ്കിലും ജോലി നോക്കാമെന്ന് മുജീബും സമ്മതിച്ചു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാ വീടിന്റെ മുൻപിൽ ഒരു സ്കൂട്ടർ വന്ന് ഹോൺ അടിക്കുന്നു. നോക്കിയപ്പോൾ പോസ്റ്റ്മാൻ ആയിരുന്നു. ആരാണ് ഫാത്തിമ? മുജീബ്. വളരെ ആശ്ചര്യത്തോടെ ഫാത്തിമ പറഞ്ഞു, ഞാനാണ് ഫാത്തിമ മുജീബ്. എങ്കിൽ ഇവിടെ വന്ന് ഒപ്പിട്ടോളൂ. ഒന്നും മനസ്സിലാകാതെ പേടിച്ചു വിറച്ച് അവൾ ആ പേപ്പറിൽ ഒപ്പിട്ടു. ദൈവമേ, ബാങ്കിലെ കുടിശ്ശിക മുടങ്ങിയതിന്റെ പേപ്പർ വല്ലതും ആണോ എന്ന് കരുതി പോസ്റ്റ്മാൻ മേടിച്ച് കവർ പൊട്ടിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിൽ ഗവൺമെന്റ് ജോലിക്ക് അടുത്ത ആഴ്ച പ്രവേശിക്കാനുള്ള ഉത്തരവ്. വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫാത്തിമയുടെ കൈകളും കാലുകളും വിറയ്ക്കാൻ തുടങ്ങി. ചിരിക്കണമോ കരയണമോ ഒന്നും അറിയാതെ അവൾ പകച്ചു നിന്നു. മുജീബ് ചോദിച്ചു, എന്താ ഫാത്തു, എന്ത് പറ്റി നിനക്ക്? ഇക്ക എനിക്ക് ജോലി കിട്ടി, ഗവൺമെന്റ് സർവീസിൽ. സന്തോഷം കൊണ്ട് മുജീബ് ഫാത്തിമയെ എടുത്തുയർത്തി. ഒന്നും മനസ്സിലാകാതെ റസിയ അവരെ നോക്കി കുടുകുടാ ചിരിച്ചു. മുജീബ് ഓടി അകത്തേക്ക് പോയി. പോക്കറ്റിലോ മുറിയിലോ എവിടെയെങ്കിലുമോ അല്പം പൈസ ഉണ്ടോ എന്ന് നോക്കാൻ. അവസാനം അത്യാവശ്യം വന്നാൽ എടുക്കാമെന്ന് കരുതി നാണയ തുട്ടുകളിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന കുടുക്ക പൊട്ടിച്ചെടുത്ത് മുജീബ് കടയിലേക്ക് ഓടി. എന്തിനാണെന്നറിയണ്ടേ? ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായി മധുരങ്ങളെങ്കിലും നൽകിടേണം, മറ്റൊരു സമ്മാനം പിന്നീട് നൽകാം എൻ്റെ പൊന്നു ഫാത്തുവിന്. വൈകുന്നേരം വരെ ശമിച്ചു നിന്ന മഴ 7 മണിയോടെ കനത്തു. രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് മൂവരും നേരത്തെ കിടന്നു. മഴയായതിനാൽ കറണ്ട് പോയിരുന്നു. ജോലി കിട്ടിയ സന്തോഷത്തിൽ മൊബൈലിൽ ചാർജ് ചെയ്യുവാൻ വിട്ടുപോയി. സമയം രാത്രി 12:45. അതിതീവ്ര മഴ. അതിനിടെ ഒരു ഉഗ്ര ശബ്ദം കേട്ട് ഫാത്തിമ ഞെട്ടി ഉണർന്നു. എന്താണ് ശബ്ദം എന്നറിയാൻ ചാർജ് തീരാറായ മൊബൈലിലെ ലൈറ്റ് ഓൺ ചെയ്ത് മുറിക്കുള്ളിൽ മൊത്തം പരതി നോക്കി. ഒന്നും കാണാനില്ല. അവസാനം തപ്പിത്തേടി വാതിൽ തുറന്ന് നടക്കലിൽ കാലുകുത്തിയപ്പോൾ ചെളിയും കല്ലും വെള്ളവുമായി നട മൂടിയിരിക്കുന്നു. അപ്പോഴേക്കും ലൈറ്റ് ഓഫായിരുന്നു. അവൾ ഓടി ഇക്കയുടെ അടുത്ത്
ഇക്ക ഇക്ക എഴുന്നേറ്റ് എഴുന്നേറ്റ് ഓടുക. അവളുടെ വിളിയിൽ എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയ മുജീബ് അവളോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. 45 വർഷം ഇവിടെ ജീവിച്ച ആളല്ലേ, ഉരുൾപൊട്ടലാണെന്ന് ഒറ്റ നോട്ടത്തിന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, മോളെ ഭാത്തു, റസിയെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങ്. എന്തായിക്ക, എന്തു പറ്റി? കലിതുള്ളി ഒഴുകുന്ന മഴവെള്ളമാണിത്, മല പൊട്ടി ഒഴുകുന്ന വെള്ളമാണ്. മറുകര തേടിക്കുതിക്കാം നമുക്ക്, എങ്ങനെയും രക്ഷപ്പെടാം നമുക്ക്. വീടിന്റെ 4 വശത്തും ചെളിയും വെള്ളവും മരക്കഷ്ണങ്ങളും വന്നു നിറഞ്ഞിരിക്കുന്നു. റസിയെ തോളിലിരുത്തി ഫാത്തിമയും മുജീബും പുറത്തേക്ക് ഇറങ്ങി. എങ്ങും കൂരിരുട്ട്, അകലിൽ നിന്നും നിലവിളികളുടെ ശബ്ദം മാത്രം. അങ്ങനെ ഇറങ്ങി നടന്നപ്പോഴാണ് ഫാത്തിമ ഓർത്തത്, തന്റെ ചിരകാല സ്വപ്നമായ സർക്കാർ ജോലിക്കുള്ള ഓർഡർ പേപ്പർ വീടിനുള്ളിലാണല്ലോ എന്ന്. അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഫാത്തിമ മുജീബിന്റെ കൈ പിടിച്ചിട്ട് പിന്നിലേക്ക് നടന്നു. വേണ്ട പാത്തു, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് രക്ഷപ്പെടാമെന്ന് മുജീബ് പറഞ്ഞെങ്കിലും അത് എടുത്തുകൊണ്ടേ ഞാൻ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഫാത്തിമ ശാഠ്യം പിടിച്ചു. റസിയെ നോക്കിക്കൊണ്ടേക്ക, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഫാത്തിമ വീടിനുള്ളിൽ കയറിയതും വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചു. ജലനിരപ്പ് ഉയർന്ന് വീടിനുള്ളിലേക്ക് കയറി. ഉമ്മേ, പെട്ടെന്ന് വായെന്ന് റസിയെ തോളത്തിരുന്ന് കരയുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ടി മുജീബ് തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ഓടിക്കളിച്ചു വളർന്ന തന്റെ പ്രാണപ്രിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന അവരുടെ 2 പേരുടെയും പ്രാണനായ റസിയ പിറന്നു വീണ വീട് കാണാനില്ല. ദിവസങ്ങളായി പെയ്ത പെരുമഴ താങ്ങുവാൻ കഴിയാതെ മലകളും കുന്നുകളും നശിച്ചു. വീടിന്റെ 4 വശത്തും വെള്ളവും ചെളിയും മരക്കഷ്ണങ്ങളും വന്ന് നിറഞ്ഞിരിക്കുന്നു. ആ സമയമാണ് ഭാത്തു, എന്റെ ഭാത്തു എന്ന് അലറിക്കരയുന്ന സമയത്ത് മുജീബിന്റെ ദേഹത്തേക്ക് ഒരു മരക്കഷ്ണം ആഞ്ഞടിച്ചു. അതിന്റെ ആഘാതത്തിൽ തെറിച്ചു വീണ മുജീബിന്റെ കയ്യിൽ നിന്നും റസിയ തെറിച്ചുപോയി. റസിയെയും ഫാത്തിമയെയും കാണാതെ ഒരു ഭ്രാന്തനെ പോലെ മുജീബ് വാവിട്ട് കരഞ്ഞു. ഉച്ചയ്ക്ക് മധുരം പങ്കുവെച്ച റിസാബാവയുടെയും കുഞ്ഞാച്ചയുടെയും വീടുകൾ ഒന്നും അവിടെ കാണാനില്ല. ഒറ്റപ്പെട്ട വേദനയിൽ അലറിക്കരഞ്ഞുകൊണ്ടിരുന്ന മുജീബിനെ വലിയൊരു കുത്തൊഴുക്ക് മറുകരയിലേക്ക് എത്തിച്ചു. കടപുഴുകി വീണ ഒരു തടിക്കഷ്ണത്തിൽ പിടിച്ച് മുജീബ് ഒഴുകി നടന്നു. പാറക്കഷ്ണങ്ങൾക്കിടയിൽ തട്ടിയും മരക്കഷ്ണങ്ങളുടെ ഇടയിൽ ഞെരിഞ്ഞമർന്നു ദേഹം മാസകലം മുറിവുകളുമായി മുജീബ് അലറിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. ഉറങ്ങുവാനാവാത്ത രാത്രി, ജീവിതം കൈവിട്ട യാത്ര, കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ പോലെ അണപൊട്ടി ഒഴുകുന്നു സങ്കടങ്ങൾ. അപ്പോഴേക്കും നേരം പരപരാ വെളുത്തു തുടങ്ങിയിരുന്നു. എങ്ങും ഫയർഫോഴ്സിന്റെയും ആംബുലൻസിന്റെയും ശബ്ദം, എങ്ങും നിസ്സഹായരായി നിലവിളിക്കുന്ന മനുഷ്യർ, പ്രതീക്ഷ പറ്റി കരഞ്ഞു തളർന്ന കണ്ണുകൾ, ഇളം ചുണ്ടിലെ പാൽമണം മാറും മുൻപുരുൾ കവർന്നെടുത്ത പിഞ്ചോമനകൾ. ഒന്ന് രക്ഷിക്കാൻ പറയാൻ പോലും ശബ്ദം പുറത്തേക്ക് വരാതെ നിസ്സഹായ അവസ്ഥയിൽ നിന്നിരുന്ന മുജീബിനെ വളരെ സാഹസപ്പെട്ട് എല്ലാവരും കൂടി കരയിലെത്തിച്ചു. ജീവൻ രക്ഷാ മരുന്നുകൾ നൽകി. സംസാരശേഷി നഷ്ടപ്പെട്ടവനെ പോലെ മകളെയും ഭാര്യയും കാണാനില്ല എന്നവൻ ആംഗ്യം കാണിച്ചുകൊണ്ടേയിരുന്നു. കണ്ടു ഞാൻ കൊതി തീർന്നിട്ടില്ല എന്റെ കാത്തു, നിന്റെ സുന്ദര പൂമുഖം, മാലാഖയെ പോലെ ചിരിതൂകും റസിയെ, എന്നെ തനിച്ചാക്കി എവിടേക്കു പോയി നീ, എന്നെ തനിച്ചാക്കി എവിടേക്കു പോയി നീ. ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ശവക്കൂണുകൾ കൂടിക്കൊണ്ടിരുന്നു. ചതഞ്ഞരഞ്ഞ മുഖത്തോടു കൂടിയവരും കൈകാലുകൾ വേർപെട്ട അവസ്ഥയിലും ഒരുപാട് മൃതദേഹങ്ങൾ. അതിനിടയിൽ ഉറ്റവരെ അന്വേഷിച്ച് നടക്കുന്നവരുടെ ഇടയിലൂടെ മുജീബും തിരഞ്ഞു. ഇതിൽ തന്റെ ജീവന്റെ പാതി ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ 2 പേരെയും ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ആ ദിവസവും കടന്നുപോയി. പിറ്റേന്ന് അടുക്കിക്കെടുത്തിരിക്കുന്ന ജീവനത്തെ ശരീരങ്ങൾ തിരിച്ചറിയുവാൻ ഉറ്റവരെ കാത്തിരിക്കുന്ന എല്ലാവരെയും കൊണ്ടുപോയി. മൂടിയിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തി നോക്കുമ്പോൾ വാവിട്ടലറിക്കൊണ്ട് തളർന്നു വീഴുന്നുണ്ടായിരുന്നു പലരും. ഇതിലും തന്റെ ഭാര്യയും മകളുമില്ല. അപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന ആശ്വാസത്തിൽ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഒരു മൃതദേഹം കൂടി കൊണ്ടുവരുന്നു. എല്ലാവരും അത് പോയി നോക്കി. എന്നാൽ നോക്കിയവരുടെ ആരുമല്ലായിരുന്നു അത്. അവസാനം മുജീബ് പ്രാർത്ഥനയോടെ മുഖം മൂടിയിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തി നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. തിരിച്ചറിയുവാൻ അത് മുഖമായിരുന്നില്ല. പാറക്കഷ്ണങ്ങൾക്കിടയിൽ ചതഞ്ഞെറിഞ്ഞ കുറച്ചിറച്ചി കഷ്ണങ്ങൾ മാത്രം. ഇതും തന്റെ ഭാര്യയും മകളുമല്ല.
അപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന ആശ്വാസത്തിൽ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ആ മൃതദേഹത്തിന്റെ വലത്തുകൈ ഒരു പ്ലാസ്റ്റിക്കിൽ അവർ മുറുക്കി ചുരുട്ടി പിടിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരെ വിളിച്ച്, സാർ, ഈ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് മുജീബ് മൃതദേഹത്തിന്റെ അടുത്ത് തന്നെ നിന്നു. അവർ ബലമായി ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈവിരലുകൾ ഉയർത്തി നോക്കി ആ പേപ്പർ എടുത്ത് മുജീബിന് കൊടുത്തു. മുജീബ് ആ പേപ്പർ കണ്ടതും വിളിച്ചുകൊണ്ട് ചതഞ്ഞരഞ്ഞ മാംസപിണ്ഡങ്ങളിൽ കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചുകൊണ്ടേയിരുന്നു. ഉദ്യോഗസ്ഥർ വളരെയേറെ പണിപ്പെട്ട് പാത്തുവിന്റെ ദേഹത്തു നിന്നും മുജീബിനെ വേർപെടുത്തി. ഇനി എന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും, ഇനി എന്റെ കരളിലെ പ്രണയമാകാനും, ഇനി എന്റെ ജീവനിൽ ശ്വാസമാവാനും പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും. തന്റെ ചിരകാല സ്വപ്നമായ ഒരു സർക്കാർ ജോലിക്കുള്ള താക്കോലായ ഓർഡർ പേപ്പർ ദേഹമാസകലം ചതഞ്ഞറിഞ്ഞിട്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവൾ. അവരുടെ പ്രാണനായ റസീമോളെ കാണാതെ മുജീബ് ഇപ്പോഴും ചൂരൽമലയുടെ പ്രദേശം മുഴുവൻ തിരക്കിക്കൊണ്ടേയിരിക്കുന്നു. കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പാഞ്ഞെടുക്കുന്ന മുജീബിനെ പോലെ ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ അലയുന്നു ഇപ്പോഴും അവരുടെ ഉറ്റവർക്കായി. ഇനിയില്ല സന്ധ്യകൾ, രാത്രികൾ, പുലരികൾ, ഒരുമിച്ചുറങ്ങിയ പത്തനങ്ങൾ, കലിതുള്ളിക്കള്ള കർക്കിടകമിങ്ങെത്തി ജീവിത സ്വപ്നങ്ങളെല്ലാം ഒലിച്ചുപോയി. അതെ, മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ജാതിയെന്നോ മതമെന്നോ ദരിദ്രനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാണ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഒത്തൊരുമയിൽ രക്ഷാപ്രവർത്തനം നടത്തി ഈ ലോകത്തെ കാണിച്ചു കൊടുത്തു നമ്മൾ ഒന്നാണ് എന്ന്. ഒരിക്കലും മായാത്ത പച്ചകുത്തപ്പെട്ട മരണത്തിന്റെ ഗന്ധം ഈ മനുഷ്യർക്ക് അതിജീവിക്കാനാകട്ടെ.